മഹാനായ ഫുളൈൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ ഒട്ടകത്തിന്റെ പുറകിലുണ്ട്. ഒട്ടേറെ ജിഹാദുകൾക്ക് സാക്ഷ്യം വഹിച്ച അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഓടിത്തളർന്ന ഖസ്വ എന്ന ചരിത്ര ഒട്ടകത്തിന്റെ പുറകിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് നിർവഹിക്കുമ്പോ ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ ഹജ്ജാണെന്ന് സഹാബത്തിന് അറിയുക പോലുമില്ല. ആ തിരക്കിലൂടെ നടന്നു പോകുമ്പോ സഹാബത്ത് വന്ന് ഓരോരുത്തര് വന്ന് ഹജ്ജിന്റെ സംശയം ചോദിക്കുന്നുണ്ട്. ആദ്യമായിട്ട് അവര് ഹജ്ജ് ചെയ്യുകയാണല്ലോ. യാ റസൂലല്ലാഹ്, എനിക്ക് ജംറയിൽ എറിയാൻ കഴിഞ്ഞില്ല നബിയേ, എന്താണ് പരിഹാരം? ഹബീബ് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു. അടുത്തയാള് ചോദിക്കുന്നു, നബിയേ എന്റെ തവാഫ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയി, ഞാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ ഹജ്ജിന് 1,30,000 പരം വരുന്ന ആളുകൾക്ക് സംശയത്തിന് മറുപടി പറഞ്ഞ് ഹബീബായ നബി തങ്ങൾ ഖസ്വ എന്ന ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സംശയ നിവാരണം നടത്തവേ പുറകിലെ ചെറുപ്പക്കാരനായ ഫുളൈൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ സമയത്ത് ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെണ്ണ് വന്ന് ഖസ്വ എന്ന ഒട്ടകത്തിന്റെ വലതുഭാഗത്ത് നിന്ന് ഹബീബായ നബി തങ്ങളോടൊരു സംശയം ചോദിച്ചു അത്രേ. തന്റെ വാപ്പയെ കുറിച്ചാണ് സംശയം. യാ റസൂലല്ലാഹ്, നബിയേ എന്റെ വാപ്പ മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ട വാപ്പയ്ക്ക് വേണ്ടി അടുത്ത വർഷം എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമോ യാ റസൂലല്ലാഹ്? അതേ പെണ്ണെ, നിനക്കെങ്ങനെ ചെയ്യാമെന്ന് അല്ലാഹുവിന്റെ റസൂല് വലതുഭാഗത്ത് നിൽക്കുന്ന പെണ്ണിനോട് മറുപടി പറഞ്ഞ്, ഓരോ ഉപ്പയും ഉമ്മയും ശ്രദ്ധിച്ചു കേട്ടോളൂ, ലഹരിക്കെതിരെ ശ്രദ്ധിച്ചു കേട്ടോളൂ. അത് പറയണമെന്ന് സംഘാടകർ ഓർമ്മിച്ചത് കൊണ്ട് സമയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തത് പറയുകയാണ്. ആ സുന്ദരിയായ ചെറുപ്പക്കാരി ഒട്ടകത്തിന്റെ വലതുഭാഗത്ത് വെച്ചത് ചോദിക്കുമ്പോ പുറകിലിരിക്കുന്ന ഫുളൈൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ആ മുഖം പിടിച്ച് ഇടത്തോട്ട് തിരിച്ചു വെച്ചു അത്രേ. ആ പൊന്നുമോന്റെ പുറകിലിരിക്കുന്ന ചെറുപ്പക്കാരന്റെ മുഖം പിടിച്ച് വലതുഭാഗത്തെ പെണ്ണിൽ നിന്ന് ഇടത്തോട്ട് തിരിച്ചു വെച്ചു അത്രേ. മോനെ ഫുളൈൽ ബിൻ അബ്ബാസേ എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് റിസാലത്തിന്റെ കൈ കൊണ്ട് മുഖം ഇങ്ങനെ തിരിച്ചു വെച്ചു. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് അങ്ങ് ഫുളൈൽ ബിൻ അബ്ബാസ് എന്ന ആ പൊന്നുമോന്റെ മുഖം പിടിച്ച് തിരിച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, ഇന്നി റഅയ്തു ശാബൻ വശാബാ, എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു യുവാവും ഒരു യുവതിയുമാണ്. ഒട്ടകപ്പുറത്തൊരു യുവാവിരിക്കുന്നുണ്ട്, വലതുഭാഗത്തൊരു സുന്ദരി പെണ്ണിരിക്കുന്നുണ്ട്. അവരെ രണ്ടുപേരുടെയും ഇടയിലേക്ക് പിശാച് കടന്നു വരുന്നത് കൊണ്ടാണ് എന്റെ ഫുളൈൽ ബിൻ അബ്ബാസിന്റെ മുഖം പിടിച്ച് ഞാൻ ഇടത്തോട്ട് തിരിച്ചതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ ഒട്ടകപ്പുറത്ത് നടക്കുന്ന നമ്മുടെ മക്കളുടെ മുഖത്ത് പിടിച്ചിട്ട് ഇടത്തോട്ട് തിരിച്ചു വെക്കാൻ നമ്മുടെ മക്കൾ കാണുന്നത് മുഴുവനും ഹറാമാണ്. കണ്ണ് തുറക്കുന്നത് ഹറാമിലേക്കാണ്, കണ്ണടയ്ക്കുന്നത് ഹറാമ് കണ്ടിട്ടാണ്, ചെവി തിരിക്കുന്നത് ഹറാമിലേക്കാണ് എന്നാണ് ഉമ്മമാര് സ്വന്തം മക്കളുടെ കവിളിൽ പിടിച്ചിട്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നത്. ലഹരിക്കെതിരെ, അശ്ലീലതകൾക്കെതിരെ, അനാവശ്യങ്ങൾക്കെതിരെ, അനാശാസ്യങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അശ്ലീലതകൾക്കെതിരെ നമ്മുടെ മക്കളുടെ മുഖത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം, പിടിച്ചു തിരിച്ചു വെക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വേണ്ട വേണ്ട, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു റിജ്സും മിൻ അമലി ശൈത്താൻ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ.